12 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് റിമാൻഡിൽ കഴിയുന്ന യുവതിക്കെതിരെ വീണ്ടും പോക്സോ കേസ്. കണ്ണൂർ തളിപ്പറമ്പിൽ കഴിഞ്ഞ മാസം അറസ്റ്റിലായ സ്നേഹ മെർലിനെതിരെയാണ് വീണ്ടും കേസെടുത്തത്. 12-കാരിയുടെ സഹോദരനെയും സ്നേഹ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്നാണ് കണ്ടെത്തൽ. അരുൺ പൂപ്പറമ്പയുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ കണ്ണൂരിൽ നിന്ന്. അരുൺ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഒരു മാസം മുമ്പാണ് 12 വയസ്സുള്ള പെൺകുട്ടിയെ ലൈംഗികമായ അതിക്രമത്തിന് ഇരയാക്കി എന്ന കേസിൽ സ്നേഹ മെർലിനെ, തളിപ്പറമ്പ് സ്വദേശിയായിട്ടുള്ള സ്നേഹ മെർലിനെ തളിപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ആ കേസിൽ റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. ഒന്നിൽ കൂടുതൽ തവണ ഈ 12 വയസ്സുള്ള പെൺകുട്ടിയെ ലൈംഗികമായ അതിക്രമത്തിന് ഇരയാക്കി എന്നായിരുന്നു ആ ഘട്ടത്തിൽ പെൺകുട്ടിയുടെ മൊഴിയും പിന്നീട് പോലീസ് കണ്ടെത്തുകയും ചെയ്തത്. അതിനുശേഷം ഞാൻ സൂചിപ്പിച്ചതുപോലെ സ്നേഹ റിമാൻഡിൽ കഴിയുകയാണ്. കഴിഞ്ഞ ദിവസം ഈ പരീക്ഷയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ 12 വയസ്സുള്ള പെൺകുട്ടിയുടെ സഹോദരൻ, ഒരു 15-കാരനും വീട്ടുകാരോട് ഈ സ്നേഹയെ പറ്റി ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി. അതിൽ തന്നെയും ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയിട്ടുണ്ട് എന്ന കാര്യം വീട്ടുകാരോടാണ് ഈ 12-കാരിയുടെ സഹോദരൻ വെളിപ്പെടുത്തിയത്. അതിന് പിന്നാലെയാണ് ഈ കാര്യം ചൈൽഡ് ലൈനിനെയും അതോടൊപ്പം തന്നെ പോലീസിനെയും വീട്ടുകാർ വിവരം അറിയിക്കുന്നത്. പോലീസ് ഈ 15-കാരന്റെ മൊഴി വിശദമായി രേഖപ്പെടുത്തി. നേരത്തെ ഉണ്ടായതിന് സമാനമായി തന്നെ പലതവണയായി ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയിട്ടുണ്ട് എന്നതാണ് ഈ 15-കാരന്റെ മൊഴി ഉണ്ടായിട്ടുള്ളത്. അത് പല ഘട്ടങ്ങളിലും ദൃശ്യങ്ങൾ പകർത്താൻ പോലും സ്നേഹ ശ്രമിച്ചു എന്ന കാര്യം കൂടി ഈ 15-കാരന്റെ മൊഴിയിൽ പറയുന്നുണ്ട്. അതിനുശേഷമാണ് തളിപ്പറമ്പ് പോലീസ് വീണ്ടും ഒരു പോക്സോ കേസ് ഈ സ്നേഹ മെർലിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നിലവിൽ ജയിലിലുള്ള സ്നേഹയെ വീണ്ടും ഇതിന്റെ നടപടിക്രമത്തിന്റെ ഭാഗമായി സ്നേഹയുടെ അറസ്റ്റ് വീണ്ടും രേഖപ്പെടുത്തുകയും ചെയ്യും. മുമ്പ് തളിപ്പറമ്പിലെ CPI നേതാവിനെ മർദ്ദിച്ച കേസിലും സ്നേഹ പ്രതിയാണ്. 23-കാരി മാത്രമാണ്. പക്ഷേ നിരന്തരമായി ഇത്തരം ലൈംഗിക അതിക്രമ കേസുകൾ അതോടൊപ്പം തന്നെ ക്രിമിനൽ കേസുകളിലെല്ലാം പ്രതിയായിട്ടുള്ള ആളാണ് സ്നേഹ മെർലിൻ. അതിലിപ്പോൾ ഒരു പുതിയ പോക്സോ കേസ് കൂടി തളിപ്പറമ്പ് പോലീസ് രജിസ്റ്റർ ചെയ്യുകയാണ്. അതിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം, നേരത്തെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ പെൺകുട്ടിയുടെ സഹോദരനെയാണ് സ്നേഹ പീഡിപ്പിച്ചത് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.